സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ വ്യക്തിത്വ പരിശോധനയ്ക്ക് മനഃശാസ്ത്ര ടെസ്റ്റുകളുണ്ട്. പക്ഷേ ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ ഇതുവരേക്കും ഒരു മനഃശാസ്ത്ര ടെസ്റ്റിന് വിധേയമാവാൻ വേണ്ടി തയ്യാറാവും എന്ന് എനിക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ സാമാന്യമായിട്ടുള്ള രീതികൾ തന്നെയാണ് അതിനകത്ത് പിന്തുടരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഒരു എളുപ്പവഴി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാവുന്നത് ഒരു സ്ഥാനാർത്ഥിയുടെ എതിർ സൈഡിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി പറയുന്ന കാര്യം അത് നമുക്കെടുക്കാം. ചുമ്മാ എടുത്താൽ പോരാ. അവരിതിലെതിരെ ഈ പറയുന്നതൊക്കെ ഉള്ള ശരിയും തെറ്റും നമ്മൾ പരിശോധിക്കണം. അത് എളുപ്പവഴിയാണ്. കാരണം ഈ കാൻഡിഡേറ്റിനെ പറ്റി ഇതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കാൻഡിഡേറ്റ് എന്താണ് പറയുന്നത്, ആ കാൻഡിഡേറ്റിനെ പറ്റി ഈ കാൻഡിഡേറ്റ് എന്താണ്, ഇത് നമ്മൾ പറയും, കേൾക്കും. ഒന്നുകിൽ അത് നമ്മൾ തള്ളിക്കളയും, അല്ലെങ്കിൽ നമ്മൾ അത് അംഗീകരിച്ചത് ശരിയാണെന്ന് വിശ്വസിക്കും. ഇത് രണ്ടും ചെയ്യരുത്. അങ്ങനെയാണ് അത് നമ്മൾ തന്നെ നേരിട്ട് പരിശോധിക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ഇത് എളുപ്പവഴിയാണ്. അപ്പോൾ അവർ ഈ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമായിട്ട് നമ്മൾ പരിശോധിക്കും. മുൻകാല ചെയ്തികൾ, അവരുടെ പേരിൽ കേസുണ്ടായിട്ടുണ്ടോ, ക്രിമിനൽ കുറ്റങ്ങൾ